ഗുരുസ്ഥാനീയരെ, പ്രവർത്തകരെ, വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതാക്കളെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, വളരെ വിശിഷ്ടമായൊരു ദിവസമാണ്. വിശ്വ സാഹോദര്യ ദിനം ആണ്. ഞാൻ വരുന്നത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് എന്ന നിലക്ക് മെഡിക്കൽ പ്രൊഫഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരാളായിട്ടാണ് ഇവിടെ വരുന്നത്. ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഭൗതികതയുടെ ആയ ഒരു സയൻസിന്, ശാസ്ത്രത്തിന് എന്ത് സ്ഥാനം എന്ന സംശയം ഉണ്ടാവാം. ഈ പ്രൊഫഷൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് എന്ന ഗ്രീക്ക് ഫിസിഷ്യനാണ്. BC 350 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നറിയുന്നത് പോലെയുള്ള ശാസ്ത്രമൊന്നുമില്ല. വൈദ്യശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല, ശാസ്ത്രമേ ഇല്ല. ശരീരശാസ്ത്ര പഠനമോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്ന തരത്തിലുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെതായ എന്തെങ്കിലും സൂചനകളോ ഒന്നുമില്ലാത്ത ഒരു സമയമാണ്. അന്നത്തെ കാലത്തെ ചികിത്സകരൊക്കെ സമൂഹത്തിലെ തത്വചിന്തകരുടെ പോലെയുള്ള സ്ഥാനം അലങ്കരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഹിപ്പോക്രാറ്റസിൻ്റെ തന്നെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൻ്റേതായ യാതൊരു ഉപാധികളും രോഗം കണ്ടുപിടിക്കാനൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഹിപ്പോക്രാറ്റസ് എഴുതിയ ട്രീറ്റേഴ്സ് ഓൺ ഫീവർ ഉണ്ട്. വ്യത്യസ്ത തരം പനികളെക്കുറിച്ച് അദ്ദേഹം ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ പല കാര്യങ്ങൾ ഇന്നും വളരെ പ്രസക്തമായിട്ട് നിലനിൽക്കാനുള്ള കാരണം അത് അദ്ദേഹം ഇത്തരം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും കൊണ്ടാണ്. അല്ലാതെ ശാസ്ത്രബുദ്ധി എന്നല്ല, ഒരു യുക്തി ചിന്ത കൊണ്ടുകൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തിട്ടുണ്ടാവും ഭാവി കാലത്ത് കുറേ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇത് ഇന്ന രീതിയിൽ വളരുമെന്ന്. ഒരുപക്ഷെ അദ്ദേഹം അത്രയും വലിയൊരു ടവറിങ് ഫിഗറായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റിയിരുന്നിരിക്കാം. അതുകൊണ്ട് കൂടിയാണ് ഈ ശാസ്ത്രം മറ്റൊരു രീതിയിൽ പോകുമ്പോൾ അതിന് യാതൊരു ദുരുപയോഗവും വരാൻ പാടില്ല എന്നുള്ള നിലക്ക് ഒരു ഹിപ്പോക്രാറ്റിക് ഓത്ത്, ശപഥം, മെഡിക്കൽ എത്തിക്സിൻ്റേതായ എല്ലാ തത്വങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ശപഥം അത് ചെയ്തുകൊണ്ടാണ് ഓരോ ഡോക്ടർ ഇത്രയും കാലത്തിന് ശേഷവും, നൂറ്റാണ്ടുകൾക്ക് ശേഷവും, ഇന്നതിൻ്റെ പേര് മാറി ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്ന പേരിലാണെങ്കിലും ആ ഒരു ശപഥം എടുത്തുകൊണ്ടാണ് ഓരോ ഡോക്ടർമാരും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ കാതൽ സാഹോദര്യമാണ്. ലോകത്തിലെല്ലാ രാജ്യത്തും ഇന്നിപ്പോൾ ഈ ബ്രഹ്മകുമാരി പ്രസ്ഥാനം ലോകത്തിലെ 140 രാജ്യങ്ങളിൽ പടർന്ന് നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ഇത് രണ്ടിനും ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ആത്മീയതക്കായാലും ഭൗതികതക്കായാലും ശാസ്ത്രത്തിനായാലും ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അത് ഈ വിശ്വസാഹോദര്യത്തിലാണ്. വിശ്വസാഹോദര്യം എന്നുള്ളത് മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒരു കാര്യമല്ല. എല്ലാ ചരാചരങ്ങളിലും സാഹോദര്യം കാണുന്ന തരത്തിലുള്ള വലിയൊരു തത്വം, ആത്മീയ തത്വവും ഒരുപക്ഷെ ഭൗതികതയിലും ശാസ്ത്രത്തിലും വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്ന തത്വമാണിത്. എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പം അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മീയ പ്രസ്ഥാനം ഒരു രക്തദാനം പോലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അത് ഈ രാജ്യത്ത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നേപ്പാളിലും, സമീപസ്ഥമായ നേപ്പാളിലും ചൈനയിലും വിവിധ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇന്നേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് മാനവസേവ, മാധവസേവ എന്ന് പറയാറുണ്ട്.
ഇത് തന്നെയാണ് ഏറ്റവും വലിയ സേവ. മാനവനുള്ള സേവ, മാധവനുള്ള സേവയാണ്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദാനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം ജീവദാനമാണ്. രക്തദാനം ജീവദാനം കൂടിയാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് അതിൻ്റെതായ വലിയ പ്രസക്തിയുണ്ട്. ഇത് സംഘടിപ്പിച്ച പ്രസ്ഥാനത്തിനോടും അതിന് തോൾ ചേർന്ന് നിൽക്കുന്ന എല്ലാ വിവിധ സന്നദ്ധ സംഘടനകളോടും ഞാൻ എൻ്റെ അനുമോദനം അറിയിക്കുകയാണ്. ഇത്തരം പരിപാടികൾ ഇനിയും ഉണ്ടാവട്ടെ. ഈ ഒരു വിശേഷ ദിനത്തിൽ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനും സംസാരിക്കുവാനും സന്ദർഭം ലഭിച്ചു കഴിഞ്ഞാൽ ഇവരോട് നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. On behalf of the Social Service Wing of the Brahma Kumaris, my sincere appreciation and thanks to the Honorable Chief Guest and the project partners is Government Medical College Pariyaram and the Rotary Club. ഇന്നത്തെ ദിവസത്തിൽ മൊത്തം ഇന്ത്യയിൽ പല സെൻറ്റേഴ്സിൽ ഒരുമിച്ച് നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്യുവർ ഇൻ നേച്ചർ. ആ പ്യൂരിറ്റി എങ്ങനെ വരിക? അതിന് വേണ്ടിയിട്ട് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യാതൊരു എഡിക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. അത് സ്മോക്കിംഗ് ആയാലും ശരി, ഡ്രിങ്കിങ് ആയാലും ശരി, ഗുഡ്ക ആയാലും ശരി, പല ടൈപ്പ് ഓഫ് എഡിക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ബ്ലഡ് ബിക്കംസ് വെരി വെരി പ്യുവർ. പലതവണ ഞാൻ ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആൾക്കാരിൻ്റെ ഭക്ഷണം മോർലെസ് ഇറ്റ് ഈസ് ഓക്കെ, പിന്നെ യാതൊരു എഡിക്ഷൻസ് ഇല്ലാത്തതും നമ്മുടെ ബ്ലഡ് പ്യുവർ ആവുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഞാൻ സുദീപ് സാറിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഐ വാസ് ഷെയറിങ് ഇറ്റ് എ ബ്യൂട്ടിഫുൾ റിസർച്ച് ഡൺ ബൈ ഡോക്ടർ കലാം സർ വെൻ ഹി വാസ് വിത്ത് ദ ഡയറക്ടർ ഓഫ് DRDO. അതിനൊരു പ്രൊജക്ട് പാർട്ട്നേഴ്സ് ബ്രഹ്മകുമാരീസിൻ്റെ മെഡിക്കൽ വിങ് ആയിരുന്നു. ഐ ജസ്റ്റ് ലവ് ടു കോട്ട് ഇൻ 1 minute. ഡോക്ടർ കലാമിൻ്റെ റിസർച്ച് പറയുന്നത് thoughts gets converted into matter, gets converted into neuropeptides, gets communicated to 50 to 60 trillion cells of the body. അതായത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എന്താണ് സങ്കല്പം ചെയ്യുന്നത്, ആ ഭാവങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെല്ലിൻ്റെ ഓരോരോ സെല്ലിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ ഫുഡ് ഷുഡ് ബി പ്യുവർ. വാട്ട്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അവർ തോട്ട്സ് ഓൾസോ ഷുഡ് ബി വെരി വെരി പ്യുവർ. ആ തോട്ട്സിനെ പ്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എ വെരി വണ്ടർഫുൾ ടെക്നിക്ക് ഈസ് ഓൾസോ മെഡിറ്റേഷൻ. അതാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന് പ്രകൃതി ആക്സിഡിക്കും ടോക്സിക് എപ്പോഴാവുന്നത്? വെൻ ആർ ഇമോഷൻസ് ആർ ഫുൾ ഓഫ് ഫിയർ, പേടി, ഭയം, മാനസിക സമ്മർദ്ദം, സംഘർഷം, ഈർഷ്യ, ക്രോധം, ഇതൊക്കെ വന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് പ്രകൃതി ആസിഡിക് ആയിട്ട് മാറും. പക്ഷെ അതേ സമയത്ത് ഇഫ് യു ആർ പീസ്ഫുൾ, ഇഫ് യു ആർ ലവ്ഫുൾ, ഇഫ് യു ആർ ചിയർഫുൾ, ഇഫ് യു ആർ ബ്ലിസ്ഫുൾ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് പ്രകൃതി ആൽക്കലൈൻ ആയിട്ട് മാറ്റും. അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക.